ഞായറാഴ്ച പ്രമാണിച്ച് ചിക്കൻ വാങ്ങിക്കാൻ പോയപ്പോഴേ ഏട്ടന് ഒരു 1/2 കിലോ ലിവറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് കുരുമുളക് ഇട്ടിട്ട് വരട്ടണം. ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഞാൻ കുരുമുളക് ഇട്ട് വരട്ടിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും ഇതും എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ ഇതാ ലിവറൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുക്കണം. നല്ല വലിപ്പത്തിലാണല്ലോ ലിവർ ഉണ്ടാവുക. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്യുമ്പോൾ എടുത്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കാം. പക്ഷേ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ചേർക്കുന്നതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ പെരുംജീരകം പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, നമ്മുടെ ചെറിയുള്ളില്ല അത്, പിന്നെ കരിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം മഞ്ഞളും ഉപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളിയും കൂടെ കുനുകുന അരിഞ്ഞെടുക്കാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മളിതാ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ലിവറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ ഇളകി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് കുറച്ച് അധികം തന്നെ കുരുമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വരണ്ട് നല്ല കറുപ്പ് കളറായി വരണം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി പെപ്പറിട്ട ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കിഡിലോസ്കി ആയിട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട.